ഹായ്, സ്റ്റോറീസിൽ ഇന്ന് പറയുന്നത് ലോകപ്രശസ്തയായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരി മാർഗരീറ്റ് ദൂറാസിൻ്റെ ഒരു കഥയാണ്. ഫ്രാൻസിലെ ഏറ്റവും വലിയ എഴുത്തുകാരി എന്ന് സാമുവൽ ബക്കറ്റും മൊറീസ് ബ്ലാങ്ഷോയും അന്നത്തെ ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന ഫ്രാൻസ്വാ മീതറാങ്ങും ഒക്കെ വാഴ്ത്തിയ ലോകപ്രശസ്തയായ എഴുത്തുകാരി മാർഗരീറ്റ് ദൂറാസ്. ദൂറാസിൻ്റെ ഒരു നോവലുണ്ട്, ദ ലവർ. അവരുടെ 17ാമത്തെ നോവലാണ്. ആ നോവലിലെ നായികയ്ക്ക് 10-15 വയസ്സ് പ്രായം കാണും, നിങ്ങളുടെയൊക്കെ പ്രായം കാണും. വിദ്യാർത്ഥിനിയായ അവളെ കാറിൽ കയറ്റി അവളുടെ ലവർ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിടുന്നിടത്ത് നിന്നാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. അയാൾക്ക് ജോലിയുണ്ട്, വിദ്യാർത്ഥിയല്ല, കൂടെ പഠിക്കുന്നയാളല്ല, സ്വയം പര്യാപ്തതയുണ്ട്. എന്നിട്ടും അയാൾ എല്ലാ ദിവസവും അവളെ കാറിൽ കയറ്റി ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടു പോന്നു. അതുകൊണ്ടാണ് ഞാൻ അയാളെ ലവർ എന്ന് പേര് വിളിക്കുന്നത്. സ്നേഹം എന്താണ് എന്ന ചോദ്യത്തിന് പരസ്പര ബഹുമാനത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണത് എന്നാണ് എൻ്റെ മറുപടി. അല്ലാത്തിടങ്ങളിലെല്ലാം സ്നേഹം അധികാരിയും കയ്യേറ്റക്കാരനും കൊലപാതകിയും ഒക്കെയാണ്. അങ്ങനെ കൊല്ലപ്പെട്ട ഒരാളുടെ ഓർമ്മയിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. അവളുടെ പേര് വിസ്മയ. നിങ്ങളെപ്പോലെ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച ഒരാൾ, കഷ്ടപ്പെട്ടു പഠിച്ച് എൻട്രൻസ് എക്സാമൊക്കെ എഴുതി ഡോക്ടറാവാൻ തുടങ്ങിയ ഒരാൾ. അവളാണ് മരിച്ചുപോയത്. മരിച്ചങ്ങ് പോവുകയല്ല, മരിച്ചിങ്ങ് കൂടെ വരികയാണ് അവൾ. എന്താണ് മരണം കൊണ്ട് വിസ്മയ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? അവളെപ്പോലെ മരിക്കരുത് എന്ന് തന്നെയാണ്. എന്താണ് വിസ്മയയെ കൊന്നത് എന്ന ചോദ്യത്തിന് സ്വാതന്ത്ര്യമില്ലായ്മയാണ്, സ്വയം പര്യാപ്തതയില്ലായ്മയാണ് അവളെ കൊന്നത് എന്നാണ് എൻ്റെ ഉത്തരം. എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന ചോദ്യത്തിന് 1947 എന്നാണ് നാം ഉത്തരം പറയാറുള്ളത്. 1947 ഞാനും നിങ്ങളുമൊന്നുമില്ല. ചോദ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. നാം സ്വതന്ത്രരാണോ എന്നാണ്. നമ്മുടെ കാലിൽ തന്നെയാണോ നമ്മളുടെ നിൽപ്പ് എന്നാണ്. എന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ദിവസമാണ്, സ്വയം പര്യാപ്തരാവാൻ കഴിയുന്ന ദിവസമാണ് നാം സ്വതന്ത്രരാവുക. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസം നമ്മെ കുറച്ചുകൂടെ മികച്ച നാമാക്കി തീർക്കുമെന്ന് മാത്രമല്ല എൻ്റെ ഉത്തരം. വിദ്യാഭ്യാസം നമ്മെ ഇൻഡിപെൻഡൻസി ഉള്ളവരാക്കി തീർക്കും എന്നുകൂടിയാണ്. അതുകൊണ്ട് ഈ പരീക്ഷാകാലത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച കുപ്പായമിടണം. ഇടക്കതഴിച്ചു വെച്ച് മറ്റൊരു തോളിലും പോയി തലചായ്ക്കരുത്. അവൾ അങ്ങനെയാണ് മരിച്ചുപോയത്. ഓരോ മരണവും ഓരോ പാഠമാണ്. വിസ്മയവും അതെ. വളരുന്നത് വീട്ടുമുറിയിലേക്ക് ഒതുങ്ങാനല്ല, വളരുന്നത് ആത്മാഭിമാനം പണയം വെക്കാനല്ല, വളരേണ്ടത് തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരാളിലേക്കാണ് എന്ന് തലമുറകളോട് പറഞ്ഞു വെച്ചാണ് വിസ്മയ മടങ്ങുന്നത്. അവളെപ്പോലെ മരിക്കരുതെന്നും അവളെപ്പോലെ തലകുനിച്ച് നിൽക്കരുതെന്നും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് അവൾ മടങ്ങുന്നത്. അതുകൊണ്ട് കഷ്ടപ്പെട്ടു പഠിക്കണം, തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം. ആ കാഴ്ച കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അധ്യാപകർ എന്ന് വിളിക്കാനാവണം. നന്ദി.